തനിക്കെതിരെ ദിലീപും സംഘവും കൊലവിളി നടത്തുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി. സൈബർ ആക്രമണത്തിലും കൊലവിളിയിലും തകരില്ല. തന്റെ നിലപാട് ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇതെന്നും ടി.ബി. മിനി ഫേസ്ബുക്കിൽ കുറിച്ചു. എം.കെ. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഷുക്കൂർ, ടി.ബി. മിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ പ്രതികരണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അവർ നിയമപരമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നൗഫൽ, ദിലീപ് കേസ് നിയമരംഗത്തും സിനിമാ മേഖലയിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം വലിയ ധ്രുവീകരണം ഉണ്ടാക്കിയ ഒരു കേസാണ്. ചേരിതിരിഞ്ഞ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ടി.ബി. മിനിക്കുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണം. ഇപ്പോൾ ഈ കേസിലെ വിധി വന്നതിന് ശേഷം ടി.ബി. മിനിക്കെതിരെ ദിലീപിന്റെ ഒപ്പമുള്ളവരെന്ന് സംശയിക്കുന്ന ആളുകൾ വലിയ തോതിൽ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ടി.ബി. മിനി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ടി.ബി. മിനി, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് താങ്കളെ ഇപ്പോൾ ബന്ധപ്പെടാനുള്ള കാരണം. താങ്കൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്കൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണോ ആലോചിക്കുന്നത്? ഇല്ല, നിയമ നടപടിയൊന്നായിട്ട് ഞാൻ പോകുന്നില്ല. ഇത് കൃത്യമായും എനിക്കറിയാലോ എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഈ ആക്രമണം നടത്തുന്നതെന്ന്. ഞാനൊരു എത്രയോ വർഷങ്ങളായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഏതെങ്കിലും ഒരു പണത്തിന്റെ മുന്നിലോ ഏതെങ്കിലും ഒരു സ്വാധീനത്തിന്റെ മുന്നിലോ വീഴുന്ന ഒരാളല്ലാന്ന്. ഈ പെൺകുട്ടിയുടെ പിന്നിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഈ കേസിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു വിക്ടിമിന്റെ ലോയർ മാത്രമാണ്. നിയമം അറിയാത്ത ആൾക്കാരാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിയിൽ, ഞാൻ ഹൈക്കോടതിയിൽ ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ട കേസിൽ മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ വിക്ടിം ലോയറിന് CRPC പ്രകാരം കോടതിയിൽ സംസാരിക്കാനുള്ള നിയമപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള റൈറ്റുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ ഈ കോടതിയിൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ആ പെൺകുട്ടിയോടൊപ്പം എപ്പോഴും ഏത് സമയത്തും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഞാൻ ഇനിയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും എന്നെ കൊലവിളിക്കാം, ആർക്ക് വേണമെങ്കിലും എന്നെ കൊന്നുകളയാം. എനിക്കത് ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ മക്കൾക്ക്, നാളത്തെ ഈ തലമുറയ്ക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്റെ ജീവിതം. അത് ഇതിലും മാത്രമല്ല, എല്ലാ കാര്യത്തിലും ആരൊക്കെ എങ്ങനെയൊക്കെ പിന്നീന്ന് കുത്തിയാലും മുന്നീന്ന് കുത്തിയാലും ഞാൻ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നീതിക്ക് വേണ്ടിയുള്ള എന്റെ പോരാട്ടത്തിന് ഞാൻ ഒരു അണുപോലും പുറകോട്ട് പോകുന്നു ഈ മണ്ടന്മാരാരും കരുതണ്ട. അങ്ങനത്തെ ഞാൻ നിൽക്കുന്ന ഒരു പാർട്ടിയുണ്ട്, ഞാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, ഞാൻ നിൽക്കുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. അവർക്ക് എന്നെ കുറിച്ച് ചുക്കും അറിയാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അവരിപ്പോ ഒരു 2-3 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടോ 2-3 മീഡിയകൾ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ടോ ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ അഡ്വക്കേറ്റ് ടി.ബി. മിനിക്ക് രാമൻപിള്ളയുമായി കോർക്കാൻ പറ്റും? ഞാൻ രാമൻപിള്ളയായിട്ട് കോർത്തിട്ടില്ലല്ലോ. എനിക്ക് രാമൻപിള്ളയായിട്ട് കോർക്കേണ്ട കാര്യം എന്താണ്? രാമൻപിള്ളയോ ഫിലിപ്പ് ടി വർഗീസോ മിനിയോ ആരുമല്ലല്ലോ കേസ് നടത്തുന്നത്. പ്രോസിക്യൂഷനാണ് കേസ് നടത്തുന്നത്. പ്രോസിക്യൂഷനെതിരെ പോലും കംപ്ലൈന്റ് ഇല്ല. അഡ്വക്കേറ്റ് ടി.ബി. മിനിക്കെതിരെ എന്താണ് കംപ്ലൈന്റ്? അഡ്വക്കേറ്റ് ടി.ബി. മിനി വിക്ടിമിന് വേണ്ടി നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. വിക്ടിം ലോയർക്ക് കോടതിയിൽ, ട്രയൽ കോടതിയിൽ സംസാരിക്കാൻ സാധ്യമല്ല. ഈ പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത എന്തൊക്കെയാണ് മറുനാട് മലയാളി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അഡ്വക്കേറ്റ് ടി.ബി. മിനിക്ക് വല്ല വിവരമുണ്ടോ? രാമൻപിള്ളയായിട്ട് കോർക്കാൻ പറ്റുമോ? അവരെ എന്നെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ല. ഒറ്റയ്ക്കാണ് ഞാൻ നിന്നത്. ഈ 4 വർഷക്കാലം ആരും ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയാണ് നിന്നത്. ഇനിയും ഒറ്റയ്ക്ക് തന്നെ ഞാൻ പോകും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സപ്പോർട്ടാണ്. ഇന്നല്ല, എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. അത് എന്നിൽ നന്മയുണ്ട്. ദിലീപും സംഘവും കൊലവിളി നടത്തുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അതിജീവിതക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും താങ്കൾ കൃത്യമായി വാദമുന്നയിച്ചില്ല, കോടതിയിൽ വാ തുറന്നില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള വിമർശനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അങ്ങനെ പറയുന്നത് എന്നോട് ആരും സംസാരിക്കണ്ടേ? ഞാൻ കോടതിയിൽ വായ തുറക്കാൻ ആരാണ് ഇങ്ങനെ പറയുന്നത്?
അങ്ങനെ എനിക്ക് വായ തുറക്കാൻ എവിടെയാണ് അവസരമുള്ളത്? ഞാൻ വായ തുറക്കുന്നത് പബ്ലിക്കിന്റെ മുന്നിലാണ്. കാരണം CRPC അനുസരിച്ച് ഒരു അതിജീവിതയുടെ വക്കീലിനെ, അത് വിക്ടിമിന്റെ വക്കീലിനെ പാടില്ല. പിന്നെ എനിക്ക് കിട്ടിയ സന്ദർഭങ്ങളിൽ ഹൈക്കോടതി ഞാൻ കൊടുത്ത കേസുണ്ട്. ആ കേസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വിധി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ. ഇനി എത്രയോ കാലങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും നേരിടുന്ന ഏത് ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻ ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഞാൻ ഹൈക്കോടതിനെ കൊണ്ട് എന്നെ ഉത്തരവിട്ട് അയക്കുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ കേസിൽ ചെയ്തിട്ടുള്ളത്. ട്രയൽ കോടതിയിൽ ഞാൻ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വെറും അഡ്വക്കേറ്റ് മാത്രമാണ്. എനിക്ക് മിണ്ടാനായിട്ടുള്ള ലീഗൽ റൈറ്റ് ഇല്ല. പക്ഷെ ഞാൻ മിണ്ടിയിട്ടുണ്ട്, ഞാൻ ഇനി മിണ്ടും ചെയ്യും. ഇവര് ഈ അതിജീവിതരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആളുകൾ എനിക്കെതിരെ പറയുമ്പോ അതിന്റെ അർത്ഥം അവർ അതിജീവിതരുടെ കൂടെ അല്ല എന്നുള്ളതാണ്. എനിക്കെതിരെ പറയുമ്പോ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ സമൂഹത്തില് ഒരു ഇപ്പൊ ലിബർട്ടി ബഷീർ പറഞ്ഞില്ലേ, എത്ര വക്കീലന്മാരെ, എപ്പോഴാണ് ലിബർട്ടി ബഷീർ ഇങ്ങനെ പറയാൻ തുടങ്ങിയത്? പ്രിൻസ് എന്ന സിനിമ റിലീസ് ചെയ്ത് ലിബർട്ടി ബഷീറും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം ലിബർട്ടി ബഷീർ പറയാണ് എത്ര ലക്ഷങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, അഡ്വക്കേറ്റ് TB മിനിക്ക് പകരം ഏത് അഡ്വക്കേറ്റിനെയും വെക്കാനായിട്ട് തയ്യാറായിരുന്നു പറയണം.